ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അവൻ ജെറീക്കോയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. ഈശോ ആ വഴി കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ വഴിയരിയിലിരുന്ന 2 അന്ധന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം അവരെ ശാസിച്ചു. അവരാകട്ടെ, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഈശോ അവിടെ നിന്ന് അവരെ വിളിച്ചു ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം. ഈശോ ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി. അവരും അവനെ അനുഗമിച്ചു. ജീവിതത്തിലെ ഓരോ മനുഷ്യനുമുള്ള ആഗ്രഹങ്ങൾ ഒരുപാടാണ്. ഈ അന്ധന്മാര് വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരെങ്കിലുമൊക്കെ അവരുടെ ആ ഒരു പാത്രത്തിലേക്ക് നാണയത്തുട്ടുകൾ എറിഞ്ഞു കാണും. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റ് ഇപ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. ഒരു അന്ധയാചകൻ തൻ്റെ മുൻപിൽ ഒരു പാത്രവും വെച്ച് ഞാൻ അന്ധനാണ് എന്നെഴുതിയ ബോർഡും വെച്ച് ഭിക്ഷ യാചിക്കുകയാണ്. അധികം ആരും അദ്ദേഹത്തിൻ്റെ പാത്രത്തിലേക്ക് പൈസ ഇടുവാനായിട്ട് തയ്യാറായില്ല. അപ്പോഴൊരു കൊച്ചു പെൺകുട്ടി അതുവഴി കടന്നു വന്നു. അവളത് ആ ബോർഡ് നോക്കിയിട്ട് ആ ബോർഡ് എടുത്ത് തിരിച്ചിട്ട് അതിൽ എന്തോ ഒന്ന് എഴുതി വെച്ച് കടന്നുപോയി. ആ ബോർഡിലെ പുതിയ വാചകങ്ങൾ കണ്ടതും അതുവഴി പോയതിൽ ഒരാൾ പോലും പൈസ ഇടാതിരുന്നില്ല. എല്ലാവരും പൈസ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ആ മനുഷ്യന് ഭയങ്കര ആശ്ചര്യമായി. അതിനുശേഷം കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി തിരിച്ച് ആ വഴി വന്നു. അവളുടെ ചെരുപ്പിൻ്റെ സ്വരം കേട്ടതേ അയാൾ ആ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞ് അവളുടെ കാലിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്ത് മറിമായമാണ് എൻ്റെ ബോർഡിൽ കാണിച്ചതെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങ് എഴുതി വെച്ചിരുന്നത് ഞാൻ അന്ധനാണെന്നാണ്. എന്നാൽ ഞാനതിൽ ഇപ്രകാരം ഒരു തിരുത്തൽ വരുത്തി. നിങ്ങൾ കാണുന്ന ഈ മനോഹരമായ ദിവസം കാണാനുള്ള കാഴ്ച ശക്തി എനിക്കില്ല. ഹാവ് എ ഗുഡ് ഡേ എന്ന്. ഒരു പ്രത്യേക ദുഃഖത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. വഴിയരികിലിരുന്ന് യാചിച്ച അന്ധയാചകന്മാര് ഈശോയെ കണ്ടില്ല. എന്നിട്ടും അവൻ ആ വഴി പോകുന്നു എന്ന് കണ്ടപ്പോൾ അവനോട് തങ്ങളുടെ ആവശ്യം പറയാനുള്ള ധൈര്യം അവർ കാട്ടി. മറ്റുള്ളവർ മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ കൂടുതൽ ഉച്ചത്തിൽ തങ്ങൾക്ക് വേണ്ടത് ചോദിച്ചു വാങ്ങാനുള്ള ആ ഒരു മനസ്സവർ കാണിച്ചു. തങ്ങൾ അന്ധരാണെന്ന് അംഗീകരിക്കാനുള്ള ആർജവത്വം അവർ കാണിച്ചു. അങ്ങനെ അവർക്ക് കാഴ്ച കിട്ടിയപ്പോൾ അവർ ഓടിപ്പോയി ലോകത്തുള്ളതൊന്നും കാണാൻ നോക്കിയില്ല. ഈശോയോടുകൂടെ ഈശോയെ പിന്തുടർന്ന് മുന്നോട്ട് പോയി. ജീവിതത്തിലുണ്ടാകുന്ന ദുരിതങ്ങളിലും അസ്വസ്ഥതകളിലും ടെൻഷൻ അടിച്ച് ഒരുപാട് കാര്യങ്ങൾ മറന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ദൈവം നമ്മുടെ പക്ഷത്താണെന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ദൈവം ഉണ്ടെന്നുള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ, ആ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ ഈശോനാഥൻ നമ്മുടെ ജീവിതത്തിലെ വെളിച്ചമായി മാറുമെന്നത് തീർച്ചയാണ്. ഈശോയുടെ സ്നേഹം നമ്മെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ പുണർന്നു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.